ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി പടമാണ്. സിനിമയുടെ പേര് മിസ്റ്റർ സൂ കീപ്പർ. പേരാണല്ലോ. സ്റ്റോറിയാ പറഞ്ഞേ. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ ചിന്നത്തമ്പി. വിക്രമിന്റെ ദൈവത്തിരുമകൾ സിനിമയില് മുന്നേ ഇയാളെയായിരുന്നു കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നടക്കാത്തതുകൊണ്ട് ഇയാൾ ഈ സിനിമയിൽ വന്നുവിട്ടു. തള്ളല്ല, സത്യമായിട്ടും പറയാ. വിശ്വാസായില്ല? എന്നാ കണ്ടു നോക്ക്. ചിന്നത്തമ്പി ജന്മനാ ബുദ്ധിക്ക് കുറച്ച് പ്രശ്നമുള്ള ആളാണ്. அழகா இருக்கனா இந்த கேரட் எல்லாத்தையும் மொத்தமா இந்த மிஷின்ல போடுவோம். அது மிஷின் கீழே 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 கீழே. ഇങ്ങനെ ഈ പടം മൊത്തം ഈ ചിന്നത്തമ്പിയുടെ വെറുപ്പിക്കലാണ്. ഇവരാണ് ചിന്നത്തമ്പിയുടെ ഭാര്യ. ഇനി ഇവരുടെ ലവ് സ്റ്റോറി ഒന്ന് കണ്ടിട്ട് വരാം. ஒரு நாள் போவாங்க, யாருமே வரல, அவங்க மட்டும் தான் வந்தாங்க. அப்புறம் அவங்க கிட்ட ஒரு 500 ரூபாய் கேட்டேன். ஏடிஎம்ல எடுத்து தரேன். எடுத்து கொடுத்துட்டு என்னடா சொன்னாங்க? ஐ லவ் யூ. ഇതൊക്കെ ഒരു ലവ്. അതായത് ഇയാൾ 500 രൂപ കടം ചോദിച്ചപ്പോ ഇവർക്ക് ഇയാൾ ഇഷ്ടായി. എന്നിട്ട് അപ്പൊ തന്നെ ഇവര് പ്രപ്പോസും ചെയ്തു. അപ്പൊ ഇതിൽ ആർക്കാണ് ശരിക്കും ബുദ്ധിക്ക് പ്രശ്നം? லவ் யூனா என்னன்னு தெரியாதா? நான் உன் கூட வாழ போறேன்னு அர்த்தம். உன்னதான் சின்ன வயசுல இருந்து பாக்குறேன்ல, எனக்கு ரொம்ப பிடிக்கும். ഇതെന്തത്? വല്ലാണ്ടങ്ങ് ഓവറാക്കല്ലേട്ടാ. ஹலோ, நீங்க 2 வேளை தானே குளிக்க சொன்னீங்க, நான் 4 வேளை குளிப்பேன். അപ്പൊ 3 നേരം ചോറുണ്ണാൻ പറഞ്ഞ ഇയാൾ 6 നേരം ഇരുന്ന് തിന്നു. எனக்கு பட்ட படிப்பு வேண்டாம், அறிவாளி வேண்டாம், சின்ன தம்பி போதும். அவனுக்கு தாலினா என்னன்னு தெரியுமாடி ஃபர்ஸ்ட்? இவன் சின்ன தம்பி 2.0. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണേരെ കുണ്ടി കുണ്ടിതാ. അങ്ങനെ ചിന്നത്തമ്പിയുടെ കല്യാണം കഴിഞ്ഞു. யோ நில்லையா, எங்க போயிட்டு இருக்க? வீடு இந்த பக்கம் இருக்கு. സ്വന്തം വീട് എവിടെയെന്ന് പോലും അറിയാത്ത ആളെയാണ് ഇവര് കല്യാണം കഴിച്ചത്. സമ്മതിച്ചു, ചിന്നത്തമ്പിക്ക് ബുദ്ധിക്ക് കുറച്ച് പ്രശ്നമുണ്ട്, ഓക്കെ. പക്ഷെ ഇയാള് കാട്ടി കൂട്ടണതൊക്കെ കാണുമ്പോ നമുക്ക് ഈ ക്യാരക്ടറിനോട് എന്തെങ്കിലും ഒരു ഇമോഷൻ ഒക്കെ തോന്നണ്ടേ? ഇത് ഒരു കോപ്പം തോന്നണില്ലാന്ന്. அவங்க கிட்ட நமக்கு எப்படி கல்யாணம் ஆச்சுன்னு சொன்னேன். எது வரைக்கும் சொன்ன? நம்ம ஃபர்ஸ்ட் வரைக்கும். அறிவு இருக்கா உனக்கு? നീയല്ല പറഞ്ഞത് നിനക്ക് അറിവുള്ളവരൊന്നും വേണ്ടാന്ന്. நீதான் எல்லாம் சொல்லி கொடுத்துன்னு உன்னை பெருமையா தான் சொன்ன. A few moments later. അയ്യോ, ഇത് കണ്ടോ? നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യത്തെ പത്രത്തിൽ വന്നിരിക്കുന്നു. ചിന്നത്തമ്പിക്ക് ഒരു മകനുണ്ട്. ആന്നേ. എങ്ങനെ 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 എനിക്ക് തോന്നണത് എന്താന്ന് വെച്ചാ നാട്ടുകാരുടെ മുന്നിൽ ഇയാള് ബുദ്ധി ഇല്ലാത്ത പോലെ അഭിനയിക്കായിരിക്കും. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ ഇയാൾ നോർമലായിട്ട് മാറുണ്ടാവും. ഏത്? இந்த கேரட் எல்லாத்தையும் மொத்தமா இந்த மிஷின்ல போடுவோம். അങ്ങനെ ഒരു ദിവസം ചിന്നത്തമ്പിയും മകനും കൂടി റോഡിലൂടെ പോകുമ്പോ ഒരു പുലിക്കുട്ടിയെ കാണും. പക്ഷെ ഇയാൾക്ക് അതിനെ കണ്ടിട്ട് ഒരു പൂച്ചക്കുട്ടിയായിട്ടാണ് തോന്നുന്നത്. அதுவா காட்டு பூனை குட்டி. ഇതവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. അങ്ങനെ അയാൾ ആ പുലിക്കുട്ടിയെ കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. പുലിക്കുട്ടിയെ കാണാതായ വിവരം ഫോറസ്റ്റുകാർ മനസ്സിലാക്കുകയാണ്. പുലിക്കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. അതേസമയം നമ്മുടെ ചിന്നത്തമ്പി കാട്ടിൽ ജീവിക്കേണ്ട പുലിക്കുട്ടിയെ അട്ടപ്പെട്ടിയിലാക്കി ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് വളർത്തുകയാണ്. എനിക്കതല്ല, വണ്ടി ഓടിക്കാനും ജോലി ചെയ്യാനും വേറെ പലതും ചെയ്യാനും അറിയുന്ന ഇയാൾക്ക് പുലിനെയും പൂച്ചനെയും കണ്ടാൽ തിരിച്ചറിയണില്ലാത്രേ. நான் கூட சின்ன வயசுல பூனை வளர்த்திருக்கேன். ഓ, അപ്പൊ ഇയാള് ചിന്ന വയസ്സിൽ പൂച്ചേനെ വളർത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇയാൾക്ക് പൂച്ചേനെയും പുലിയെയും കണ്ടിട്ട് മനസ്സിലായില്ലാന്ന്. അവൻ ഭ്രാന്തനായി അഭിനയിക്കുക. പൂവന് രാവിലെ കൈക്കോട്ടെടുത്ത് കളയ്ക്കാൻ പോവും. ഈ ചിന്നത്തമ്പിയുടെ വെറുപ്പിക്കൽ എന്നെ സഹിക്കാൻ പറ്റണില്ല. അപ്പോഴാണ് അയാളുടെ മകന്റെ. അങ്ങനെ ഇവര് പുലിക്കൊരു പേരിട്ടു, സുബ്രമണി. ഇതാ പുലിക്ക് അറിയോന്നാവോ? அப்போ அது காதுல 3 தடவை சுப்பிரமணி 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 சொல்லணும். അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഫോറസ്റ്റുകാര് പുലിയെ തേടി കാട് മൊത്തം അലയുകയാണ്. പക്ഷെ കിട്ടണില്ല. പുലി ഇയാളുടെ അടുത്തിരിക്കല്ലേ. 2 കിലോ റവ, 1 കിലോ ചക്കര, 110 രൂപ. கணக்குல வச்சுக்கங்க. കടം പറയാനുള്ള വിവരൊക്കെ ഉണ്ട്. അപ്പോ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നമുക്കാണ് ഭ്രാന്ത്. അങ്ങനെ ഈ സുബ്രമണി കാരണം ചിന്നത്തമ്പിയുടെ വീടിന് തീ പിടിച്ചു. അയാളുടെ വീട് മൊത്തം കത്തിപ്പോയി. അതൊന്നും അയാൾക്ക് വിഷയമല്ലാട്ടോ. അയാളുടെ കല്യാണ ഫോട്ടോ കരിഞ്ഞു പോയതാണ് അയാൾക്ക് വിഷയം. എന്റെ പൊന്ന സുഹൃത്തുക്കളെ വെറുത്തുപോകും. சுப்பிரமணி செத்துக்குமாப்பா? இல்ல, ഒരു ഒലക്ക കിട്ടുമോ? சுப்பிரமணி சாப்பிடணுமாப்பா? அதுக்கு பாല് பிஸ்கட்லாம் வச்சிட்டேன். തന്നെ വെട്ടി കണ്ടിച്ച് പുഴുങ്ങി കൊടുക്ക്, തിന്നട്ടെ. ബുദ്ധിയില്ലാത്തവർ ഇങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് പുലിയെ അന്വേഷിച്ച് കർണാടകയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പുളി പാത്തിയാ? பாத்தேன்பா, விஜய் படம் நல்லா இருந்துச்சு. நீங்க இன்னும் பாக்கலையா? உன்னை மெஷின் இன்சார்ஜா ப்ரோமோட் பண்ண போறேன். உனக்கு 10,000 rupees salary extra. அந்த மிஷினை பத்தி எனக்கு எதுவும் தெரியாதே.
ശരി. 40 நாள் தான் ட்ரைனிங். நாளைக்கு நீ கோயம்புத்தூர் கிளம்பணும். சார் எனக்கு ஹஸ்பண்ட் குழந்தைலாம் இருக்காங்க. அவரும் வேலைக்கு போறவர் சார். அவன் வாங்குற சம்பளத்தை நானே சேர்த்து தரேன். அவனையும் கூட்டிட்டு கிளம்புற വഴിയെ பாரு. ആഹാ, നല്ല കമ്പനിയാണല്ലോ. മെഷീനെ പറ്റി ഒന്നും അറിയാത്ത ആളെ മെഷീൻ ഓപ്പറേറ്റർ ആക്കുന്നു. അതിന് 10,000 രൂപ എക്സ്ട്രാ ശമ്പളം. ഇതൊന്നും പോരാഞ്ഞിട്ട് ഭർത്താവിന്റെ ശമ്പളം കൂടി ഇയാൾ കൊടുക്കുത്രേ. உன்னை மெஷின் இன்சார்ஜா ப்ரோமோட் பண்ண போறேன். உனக்கு 10,000 rupees salary extra. அவன் வாங்குற சம்பளத்தை நானே சேர்த்து தரேன். വെറുതെ വായി തോന്നലൊന്നും പറയില്ല എന്റെ ചേട്ടാ. யோ கொஞ்சமாவது யோசி. ഏയ്, നീയല്ലേ പറഞ്ഞത് അറിവുള്ള ആൾക്കാരൊന്നും വേണ്ടാന്ന്. சுப்பிரமணியம் என்னப்பா பண்றது? സുബ്രഹ്മണ്യനെ തോളത്ത് വെച്ച് പഞ്ചായത്ത് ഗ്രൗണ്ട് കൂടി 2 റൗണ്ട് ഓടും. சுப்பிரமணியம் என்னப்பா பண்றது? அப்பா கிட்ட அதுக்கு ஒரு ஐடியா இருக்கு. കണ്ടിടത്തോളം ഇയാൾക്ക് ബുദ്ധി ഇല്ലാത്തതല്ല പ്രശ്നം. ഇയാൾക്കുള്ള ബുദ്ധി കുരുട്ടുബുദ്ധിയാണ്. അതാണ് പ്രശ്നം. അങ്ങനെ നാട്ടിലെ ഒരു കള്ളുകുടിയന്റെ കയ്യില് ഈ പുലിക്കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ചിന്നത്തമ്പി അയാളുടെ ഭാര്യയുടെ കൂടെ പോവുകയാണ്. ഈ കള്ളുകുടിയനും അത് പുലിയാണെന്നുള്ള കാര്യം മനസ്സിലാവണില്ല കേട്ടോ. അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ പുലി ഇതാ വളർന്നു വലുതായിരിക്കുന്നു. என்னாச்சு சொல்லு. ஒன்னு அடிக்க மாட்டேன் சத்தியம் பண்ணு. ഇതെന്താ ചിന്നത്തമ്പി പെട്ടെന്ന് കമലാസനായോ? ஒன்னு அடிக்க மாட்டேன் சத்தியம் பண்ணு. ഇല്ല മോനെ, അടിക്കില്ല. பூனைக்கும் புலிக்கும் கூட வித்தியாசம் தெரியாத சின்ன தம்பியாயா நீ? ഞാൻ ഒന്നുകൂടി പറയാ, നിനക്ക് അറിവുള്ളവരൊന്നും പറ്റില്ലല്ലോ. அறிவாளி வேண்டாம், சின்ன தம்பி போதும். ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇവനിപ്പോ ഛർദിക്കോ? பொழுது விடிஞ்சதும் யாருக்கும் தெரியாம காட்டுக்குள்ள கூட்டிட்டு போய் விட்டுடலாம். எப்படி எடுத்துட்டு போறது? பேக் கொண்டு வர சொன்னேனே. அப்ப அதுக்குள்ள பால், பிஸ்கெட், பிரெட் எல்லாத்தையும் உள்ள வச்சா அது நல்லா சாப்பிடும்ல. ഈ ചെറിയ ബാഗിന്റെ ഉള്ളില് പാല്, ബിസ്ക്കറ്റ്, എന്നാ പിന്നെ ഒരു TV കൂടി വെക്കാ. അതാകുമ്പോ പുലിക്ക് പോണ വഴിക്ക് ഒരു സിനിമയും കാണാലോ. கடவுளே காப்பாத்து. ആ, കാപ്പാത്തിണ്ട്. അതിന്റെ ഇടയില് കാട്ടില് വേട്ടയാടാൻ വന്ന ചില ആളുകൾ ചിന്നത്തമ്പിയുടെ ഭാര്യയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോ ചിന്നത്തമ്പി അവരുടെ തോക്കെടുത്ത് അവരെ തന്നെ വെടിവെച്ചു. എന്തോ ഭാഗ്യത്തിന് ആരും ചത്തില്ല. A few moments later. வீட்டுக்கு போயிடலாம். அதையும் எடுத்துட்டு வா, வீட்டுக்கு போயிடலாம். ഇയാൾക്ക് പെട്ടെന്ന് ഇപ്പൊ എന്താ പറ്റി? സംസാരത്തിലൊക്കെ ഒരു വ്യക്തത. സാധാരണ ഇങ്ങനെ അല്ലല്ലോ. நீ தைரியமா வேணா பாத்துக்கிறேன். 2 വെടിവെച്ചപ്പോഴേക്കും ഇയാൾക്ക് ജന്മന ഉണ്ടായിരുന്ന ബുദ്ധിമാന്ദ്യം മാറുകയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ ആരാടാ എഴുതി വിടുന്നത്? நம்ம வீட்லயே கொண்டு போய் சுப்பிரமணியம் வளர்க்கலாமா? അങ്ങനെ ഒടുവിൽ ചിന്നത്തമ്പി പുലിയെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. പെറ്റായിട്ട് വളർത്താനാണത്രേ. இந்த உலகத்துல இப்படி எங்கேயும் நடக்காதுப்பா. இத பத்தி ஊருக்குள்ள சொல்லணும், எல்லாம் வயிறு வலிச்சு செத்துருவேன் நானு. என்ன അതേ നിങ്ങൾ വീട്ടിൽ ഒരു പുലി ഓ അയ്യോ, വേണ്ട വേണ്ട വേണ്ട. എന്തിനാടോ വെറുതെ ഞങ്ങൾ മലയാളികളെ കൂടെ ഇതിലേക്ക് വലിച്ചിടുന്നത്? ഞങ്ങൾ യാരിടത്തിലും പറയില്ല. ഇതാണോടോ മലയാളം? ഒടുവിൽ ചിന്നത്തമ്പിയുടെ വീട്ടിൽ പുലി ഉണ്ടെന്നുള്ള കാര്യം നാട്ടുകാർ മൊത്തം അറിഞ്ഞു. ஐயா, நம்ம ஊருக்கு அடிக்கடி கரடி வரும் இல்லையா? அது வந்து ஆட்டை புடிச்சிட்டு போக பாத்துச்சியா? நம்ம சின்ன தம்பியோட புலி தாயா அது கூட சண்டை போட்டு ஆட்டை காப்பாத்துச்சு. ஐயா, வீட்டுக்கு பக்கத்துல விளையாடிக்கிட்டு இருந்த என் பேத்திய ஓனாய் தூக்கிட்டு போக பாத்துச்சு. அந்த நேரம் பார்த்து இந்த புலி தாயா வந்து காப்பாத்துச்சு. ഇതൊക്കെ എപ്പോ? நம்ம ஆட்டு மாட்டையெல்லாம் காக்க வந்த காவல் தெய்வம் அந்த புலி. அந்த கும்மிக்கு புலிய நம்ம கிராமத்து புலியா வளர்த்துருவோம். അത് ശരി. ഞാൻ വിചാരിച്ചു ഒരാൾക്ക് മാത്രമാണ് ബുദ്ധിക്ക് പ്രശ്നമുള്ളതെന്ന്. ഇതിപ്പോ ഈ ഗ്രാമത്തിലുള്ള എല്ലാരും ബുദ്ധിക്ക് പ്രശ്നമുള്ളവരാണല്ലോ. അങ്ങനെ എല്ലാരും കൂടി ഈ പുലിയെ ഉത്തമൻ സിനിമയിലെ ജയറാമിനെ ഇതേ പുലിയെ കൊണ്ട് പുല്ല് തീറ്റിക്കാൻ പോണു. എടോ, ഇത് പുലിയാണോ അതോ പശുവാണോ? കാണാതായ പുലിയെ ഗ്രാമത്തിലുള്ളവരൊക്കെ ചേർന്ന് വളർത്തുകയാണ് എന്ന് മനസ്സിലാക്കിയ ഫോറസ്റ്റ് ഓഫീസർ നേരെ കോടതിയെ സമീപിക്കുകയാണ്. எல்லாத்துக்கும் போக மிச்ச சொச்ச இடத்துலதான் இந்த வனவிலங்குகளே வாழ்ந்துகிட்டு இருக்கு. இப்ப அதுக்கு ஆபத்து வந்துருச்சு. ഓഹോ, ഇന്ന് രാവിലെ എന്താ കഴിച്ചത്? ഞാൻ ചിക്കൻ സാപ്പിട്ടെ. അടുത്തതായി കമൽഹാസന്റെ മിമിക്രി. என்னன்னு புரிஞ்சுது. ஒரு நாள் தண்ணி குடிக்க முடியாம படுத்துட்டேங்க. எனக்கு உடம்பு சரியாகிற வரைக்கும் சுப்பிரமணியம் ஒரு சொட்டு தண்ணி குடிக்காம என் பக்கத்திலேயே படுத்துருந்துச்சுன்னு என் மனைவி சொல்லிதாயா எனக்கு தெரிய வந்துச்சு. லூசு கூட நம்பாதுங்க, ஆனா அவன் நம்பிட்டாங்க. யாரு என்ன சொன்னாலும் நம்புறாங்க. எனக்கு உடம்பு சரியாகிற வரைக்கும் சுப்பிரமணியம் ഒരു சொட்டு தண்ணி കുടിക്കാമ ഞാൻ പക്കത്തിലേ പടുത്തുന്നുണ്ട്. തന്റെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് കൊല്ലാൻ വന്നതായിരിക്കും സുബ്രഹ്മണി. ആ പുലി അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞ അവരൊക്കെ കൂടി ആ പുലിനെ തൊഴിലുറപ്പ് പണിക്ക് വിട്ടുണ്ടാവും. അങ്ങനെ അവസാനം കോടതി വിധി കൽപ്പിക്കുകയാണ്.
காட்டுக்குள்ள புலி இருக்கணும். புலி இருந்தா மனுஷன் பயத்துல காட்டுக்குள்ள போக மாட்டான். மனுஷன் போலனா மரம் வளரும். மரம் வளர்ந்தா மழை வரும். மழை வந்தா പോപ്പിക്കൂടാ. ആരാടാ ഇയാളൊക്കെ ജഡ്ജിയാക്കിയത്? மூல காரணமே சின்ன தம்பி தான். அவருக்கு சின்ன தம்பி வளர்த்த புலி அரசு மிருக காட்சி சாலையில வளர்க்கப்பட வேண்டும். சின்ன தம்பி அதனுடைய இருந்து அதை பராமரிக்க வேண்டும். அரசாங்கம் சின்ன தம்பிக்கு அரசாங்க வேலை கொடுத்து மாத சம்பளம் கொடுக்குமாறு ഉത്തരവിടുகிறேன். ഇവിടുത്തെ അമ്പമ്പോ, ഇത് ശിക്ഷല്ല, അനുഗ്രഹാണ്, അനുഗ്രഹം. ഇറങ്ങിപ്പോടോ ആ കസേരന്ന്. ഒരു പുലിയെ ഒളിപ്പിച്ച് വളർത്തിയതിന് സർക്കാർ ജോലിയാണ് ഇത്രേ. അപ്പൊ പഠിച്ച് പരീക്ഷ എഴുതുന്നവരൊക്കെ എന്താ പൊട്ടന്മാരോ? ഇവിടെ പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് എന്നെ ജോലി കിട്ടണില്ല. அரசாங்க உத்தியோகம் கிடைச்சு இப்ப குடும்பத்தோட ரொம்ப சந்தோஷமா இருக்கனே. இந்த வாயில்லா ஜீவன்கள் நம்மகிட்ட எதிர்பார்க்கறது நம்ம அன்பை மட்டும்தான்ப்பா. ചിക്കന്റെ കാല് കടിച്ചു പറിക്കുമ്പോ ഇങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഈ പടം അവസാനിച്ചു. പോയി കഥയൊന്നും കിട്ടാതെ വന്നപ്പോ എല്ലാരും കൂടി കാട്ടിലെത്തിണ്ട്. പുലീനെ പൂച്ചയാക്കി, പൂച്ചനെ ആടാക്കി, ആടിനെ പശുവാക്കി, നാളെ ചുട്ട കോഴീനെ പറപ്പിച്ചിട്ട് അത് ഇവര് സിനിമയാക്കും. அதானா உண்மை. അയാളുടെ ഒരു ചുപ്രമണി.